ലോകത്ത് ഒരു ഉമ്മക്ക് ഈ അവസ്ഥ ഉണ്ടാവല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇത് താങ്ങാൻ പറ്റില്ല അവർക്ക്. അവര് മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, വാഹനത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുക മക്കൾ. ഇന്നലെ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞ് സഹായം ചോദിച്ചപ്പോൾ സഹായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. സ്കാനർ കംപ്ലൈന്റ് ആയിപ്പോയി. ഇന്ന് അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണം കുറച്ചാണ് വന്നത്. നിങ്ങൾ പരമാവധി സഹായിക്കുക. 21 ലക്ഷം രൂപ ഇപ്പൊ തന്നെ കെട്ടാനുണ്ട്. എല്ലാവർക്കും നിങ്ങൾ ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഇനി 2 സർജറി വേണമെന്ന് ഡോക്ടർമാർ പറയുന്നുള്ളത്. ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ഒരു മകനോ സഹോദരനോ നമ്മുടെ ഒരു സുഹൃത്തിനോ ആർക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഈ കാഴ്ച കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന 19 വയസ്സുകാരനായിട്ടുള്ള കാസർഗോഡ് അണങ്കൂർ സ്വദേശിയായിട്ടുള്ള ഷാഹിദാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ തന്നെ തലയിൽ ഒരു മേജർ 2 സർജറി കഴിഞ്ഞിരിക്കുകയാണ്. 20 ലക്ഷത്തിൽ കൂടുതൽ ബില്ലായിരിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ പുറത്തു പോകുമെന്നറിയാതെ വല്ലാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുകയാണ് ഇവരുടെ കുടുംബം ഉള്ളത്. മുഖത്തിന് 2 സർജറികൾ ആവശ്യമാണ്. പല്ലുകളൊക്കെ ആക്സിഡന്റ് ആയതിനു ശേഷം അതിൻ്റെയൊക്കെ നിലതെറ്റിക്കെടുക്കുകയാണ്. ശരീരത്തിൻ്റെതാ ഈ വലതുഭാഗത്തെ കൈ മൊത്തം ചലനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പൊട്ടിക്കെടുക്കുകയാണ്. എല്ലുകളൊക്കെ പൊട്ടിക്കെടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ പരിക്കുണ്ട്. ആകെ വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ്. ഈ കാഴ്ച കാണുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നുകയാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് സഹായിക്കുക. ഇതുവരെ ഒരു കണ്ണ് തുറന്നിട്ട അവൻ വായി തുറന്ന് സംസാരിച്ചിട്ട കിടന്നിട്ട് പൊള്ള ബാക്കിലെല്ലാം പുണ്ണായിരുന്നു. നടുവിലെല്ലാം പുണ്ണായി. എന്നെ ഒരു സൈഡ് മാത്രം അനങ്ങുന്നുള്ളത്, ഒരു സൈഡ് അനങ്ങുന്നില്ല. അപ്പൊ മരണത്തിലേക്ക് ആ ചെറുപ്പക്കാരനെ തള്ളിവിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായ അഭ്യർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെയൊക്കെ ഈ സഹായ അഭ്യർത്ഥന ഏറ്റുപിടിച്ച് നിങ്ങൾക്ക് പറ്റുന്നൊരു തുക ഷാഹിദിന് വേണ്ടിയിട്ട് നൽകണമെന്ന് വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.